സൂര്യ കോമഡിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദൈവം ശരിയാക്കി തരാൻ പ്രസന്റ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീക്ക് പറഞ്ഞിരുന്നു KMEA കോളേജിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം ഇനിയും ഒരുപാട് കുട്ടികളിൽ നിന്നും ടീച്ചറിൽ നിന്നും നമുക്ക് കിട്ടാനുണ്ട്. ഒരുപാട് കഴിവുകൾ ഒളിപ്പിച്ച് വെച്ചവരാണ് അവരൊക്കെ. സോ നമ്മൾ കോളേജിൽ അവർ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം? ജൂലി मेरी जूली को बंद करके इतना तमाशा किया कचरा लोग. കച്ചറ? നീ കച്ചറ എന്ന് പറഞ്ഞ വാക്കിന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ പച്ചത്തറിയാന്ന്. ഞാൻ വെറും കച്ചറയല്ല, മഹാ 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 കച്ചറ. നിനക്കൊരു കാര്യം അറിയോ? ഹേ തും കുത്താ മേം കുത്താ ലവ് ഹേ. क्या? അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. तुझे मैं जरूर पुलिस में पकड़ाऊंगी. പോലീസിനെ കൊണ്ട് പക്കിനടിപ്പിക്കുന്നു. മോളെ നീ ഒരു കാര്യം ഓർത്തോ, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല, പിന്നെ അർജുനും ജൂലിയും ഈ മിണ്ടാപ്രാണികളുടെ കാര്യം ഓർത്തിട്ടാ. അവര് കണ്ടു, അടുത്തു, സ്നേഹിച്ചു, ഒരു രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു, ഹണിമൂണായി. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നെ എത്രയേറെ ഇഷ്ടാണെന്ന്? നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്കൊന്നായിക്കൂടെ? അവർക്കൊരു അച്ഛനും അമ്മയും വേണ്ടേ? എന്താണ് പേരെന്താണ്? സൽമാൻ. നല്ല ടീഷർട്ട് കേട്ടോ. താങ്ക് യു. എവിടെ നാട് എവിടെയാണ്? എൻ്റെ നാട് ഇത് എറണാകുളം തന്നെ. എറണാകുളം അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെ. ആക്ഷൻ. ഇതാണ് നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം ജൂലി. കച്ചറ കച്ച നീ പറഞ്ഞ വാക്കിന്ന് മനസ്സിലായി. നീ എന്നെ വിളിച്ച് പച്ചത്തെറിയാണ്. നമുക്ക് ഹണിമൂൺ അല്ല കച്ചറയല്ല, നമുക്ക് ഹണിമൂണിലോട്ടൊക്കെ പോവാണോ? അത് ഞാൻ വെറും കച്ചറല്ല, മഹാ 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 കച്ചറ. തും കുത്ത മേ കുത്ത ലൗഹേ. അത് റൊമാൻറ്റിക് ആയിട്ട് പറ. തും കുത്ത മേ കുത്ത ലൗഹേ. കരയാനല്ല പറഞ്ഞ. മിമിക്രിക്കാരനാ, പേപ്പട്ടി അനുകരിക്കുക. ഇച്ചിരി റൊമാൻറ്റിക് ആയിട്ട് പറ. ലൗഹേ അല്ല തും കുത്ത. തും കുത്ത മേ കുത്ത ലൗഹേ. വേഷം മാത്രമല്ല, ഞാൻ ആകെ മാറിപ്പോയി. എ കംപ്ലീറ്റ് പെരിസ്ട്രോയിക്ക. അത് വേണ്ട. ഷാറൂഖ് ഖാൻ കളിക്കാതെ ഇങ്ങോട്ട് വേണ്ട പറ. അടങ്ങ് ഭൈരവ. അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും എന്ത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഓക്കെ. ഇപ്പൊ ഏകദേശം ശരിയായി. ഞാൻ പോലീസ് അല്ല, ഞാൻ പോളിഷ് ചെയ്യുന്നു. എന്തുവാ പോലീസിനെ കൊണ്ട് പക്കടിപ്പിക്കാൻ എന്താ ഈ പറയുന്ന? അത് ഏത് വേണത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പോലീസിനെ കൊണ്ട് പക്കടിപ്പിക്കാൻ പാടില്ല. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ഓർത്തോ, നമ്മുടെ അർജുനും ജൂലിയും ഹണിമൂൺ പോയി. അർജുന അണിമയും എന്ന് പോയി? എവിടെ ആയിരുന്നത്? എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നമ്മുടെ അർജുനും ജൂലിയും കണ്ട് ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് ഹണിമൂണൊക്കെ പോയി. തിരിച്ചൊന്ന് അവർക്ക് ഉണ്ടാവണം പോണ പട്ടികളുടെ തിരിച്ചു വന്നിട്ടോ? ശരി, അല്ല പറ. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് നിന്നെ അത്ര ഇഷ്ടമല്ല, ഇഷ്ടമാണ്. അവർക്ക് ഉണ്ടാവാൻ പോണ കുട്ടികൾക്ക് വേണ്ടെങ്കിലും നമുക്ക് അർജുനും ജൂലിക്കും അവർക്ക് വേണ്ടെങ്കിലും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി നമുക്ക് കുട്ടികൾ വേണ്ടല്ലോ. അവർക്ക് വേണ്ടി എന്താ ഇവർക്ക് കുട്ടികൾ? നോ റീസൺ. കുട്ടികൾ വേണ്ടപ്പ വേണ്ട, കുട്ടികൾ വേണ്ട. ഓക്കെ, നമ്മുടെ പട്ടികൾക്ക് ഉണ്ടാകാൻ പോണ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒന്നായിക്കൂടി. അതല്ലേ അവർക്കൊരു അമ്മയച്ഛനൊക്കെ വേണ്ടി. ഓക്കെ മതി. രക്ഷപ്പെട്ടോ. ശരി സാർ. യെസ്, അടുത്തായിട്ട് വരുന്നു അഭിരാമി. അഭിരാമി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ അല്ലേ? ഏത് പാട്ടായിരുന്നത്? പാട്ട് പാടെ. ശരി, അഭിരാമി എവിടെയാണ് നാട്? കുഴപ്പള്ളി, ചെറായിലാണ്. ഓക്കെ റെഡി അല്ലേ? റെഡി, 1 2 3 ഗോ. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ജൂലി? കച്ചറ? നിങ്ങൾ കച്ചറ എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഒരു പച്ചത്തറിയാന്ന് മനസ്സിലായി. ഞാൻ വെറും കച്ചറയല്ല, മഹാ 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 കച്ചറയാണ്. തും കുത്ത മേ കുത്ത ലബ് ഹേ. വേണ്ട, അത് വേണ്ട. നീ പോലീസിനെ കൊണ്ട് പക്കിനടിപ്പിക്കുന്നോ? നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ അർജുനും ജൂലിക്കും വേണ്ടിയാണ്. കണ്ടു, സ്നേഹിച്ചു, ഒന്നിച്ചു, ഹണിമൂൺ പോയി. എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് എന്നെ അത്രയേറെ ഇഷ്ടമാണെന്ന്? നമ്മുടെ പട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും
പട്ടികളുടെ കുട്ടികൾക്ക് പട്ടികൾക്ക് ജനിക്കാൻ വേണ്ടി പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്കൊരു അച്ഛനമ്മയായിട്ട് ഒന്നിച്ചൂടെ? അല്ല, അവർക്ക് വേണ്ടി ഒന്നിച്ചൂടെ? എന്തിന്? അവർക്ക് വേണ്ടി ഒരു അമ്മച്ചൻ. ഓക്കെ. ഭയങ്കരമായ ആള്. എന്താണ് മോളുടെ പേര്? ഫർഹ. ഫർഹ. അങ്ങോട്ട് നോക്കി പറയണം. ഫർഹ എവിടെയാണ്? ഞാൻ CS. എൻ്റെ വീട് പെരുമ്പാവൂർ. റെഡി, ആക്ഷൻ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച സാധനം ജൂലി? കച്ചട? നിങ്ങൾ പറഞ്ഞ കച്ചട എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി പച്ചത്തറിയാണെന്ന്. ഞാൻ വെറും കച്ചടയല്ല, മഹാ കച്ചട. അതെ നിനക്കൊരു കാര്യം അറിയോ? ഹേ മേം കുത്ത തും കുത്ത ലവ് ഹേ. അത് വേണ്ട. ഈ പോലീസിനെ കൊണ്ട് പക്കീനെ എടുപ്പിക്കുമെന്നോ? എനിക്ക് മനസ്സിലായാലും ഞാനൊരു കാര്യം പറയാം. ഇതൊന്നും എനിക്ക് വേണമെന്ന് ഓർത്തിട്ടല്ല. നമ്മുടെ ജൂലിക്കും അർജുനും മിണ്ടാപ്രാണികളെ ഓർത്തിട്ടാണ്. അവർ കണ്ടു, ഒന്നിച്ചു, ഹണിമൂൺ പോയി. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്? പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടെങ്കിലും നമുക്ക് ഒന്നായിക്കൂടെ? അവർക്കും വേണ്ടേ ഒരു അച്ഛനും അമ്മയും ഒക്കെ? എല്ലാം നല്ല നിലക്ക് നടന്നു കിട്ടട്ടെ. മനുവാ മോനെ, മനു. കുറെ നേരം ഒരു പറയുന്നൊരു പേരാണ് മനു. വാ. മനുവിന് ഭയങ്കര ഗ്രൗണ്ട് സപ്പോർട്ടാണല്ലോ മനു. നാട്ടുകാരാണോ? കൂട്ടുകാരല്ല? പത്തനംതിട്ടയാണ് നടന്നതല്ലേ? ഇവിടെ ഏതിനാ പഠിക്കുന്ന മനു? സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ ആണ്. അപ്പോ നമുക്ക് ഡയലോഗ് അങ്ങോട്ട് പറയാം. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ജൂലി? ആക്ഷൻ പോലും പറയുന്നത് നീ എന്നെ കൊണ്ടങ്ങ് പോവാ. പഠിച്ചു വെച്ചത് മറക്കണ്ടെന്ന് പറഞ്ഞില്ലേ? ആദ്യം ഇയാൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പറയാം. രണ്ടാമത് ഞാൻ പറയണ്ട. ആദ്യം ഇയാൾ പറയാ, പിന്നെ ഞാൻ പറയാം. റെഡി, ആക്ഷൻ. ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച സാധനം ജൂലി? കച്ചറ? കച്ചറ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് മനസ്സിലാവാം നീ പറഞ്ഞത് പച്ചത്തെറിയാണെന്ന്. ഞാൻ വെറും കച്ചറയല്ല, ഞാൻ മഹാ കച്ചറയാണ്. നിനക്കൊരു കാര്യം അറിയോ? എന്താ നിനക്കൊരു കാര്യം അറിയോ? മേം കുത്ത തും കുത്ത ലവ് ഹേ. എന്ത്? പോലീസിനെ കൊണ്ട് പക്കട അടിക്കുന്നു? പോലീസിനെ കൊണ്ട് പക്കട അതിങ്ങനെ അത് വേണ്ട. മോളെ നീ ഒരു കാര്യം ഓർത്തോ. നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എനിക്കൊരു ആഗ്രഹവും ഇല്ല ഇതിന്. ഞാൻ സത്യത്തിൽ എന്തുവാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്? ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? നമ്മുടെ അർജുന്റെയും ജൂലിയുടെയും കാര്യം ഓർത്തിട്ടാണ്. അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഹണിമൂൺ പോയി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് നിന്നെ എത്രമാത്രം ഇഷ്ടമാണെന്ന്? നമ്മുടെ പട്ടിക്കുട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്കൊരു അച്ഛനും അമ്മയും ആയിക്കൂടെ? ഒന്നിച്ചൂടെ? അവർക്ക് വേണ്ടി ഒരു കുടുംബം. അല്ലേ? അച്ഛനും അമ്മയും. ശരിയെന്നാ. ഓക്കെ. തീർന്നല്ല നിന്റെ അഹങ്കാരം. എനിക്കിനി സ്വൈരോട്ടൊന്ന് കിടന്നുറങ്ങണം. ഈശ്വരന്മാരെ രക്ഷിക്കണേ. എന്താണ് നിന്നെ കണ്ടിട്ട് ഷാറുഖ് ഖാൻ ലുക്ക് ഉണ്ടല്ലേ? ഷാറുഖ് ഖാൻ എന്നാണ് ഇവിടെ വിളിക്കുന്നത്. കമലാസന്റെ ആയിരിക്കില്ല, കമലയുടെ ആസനം എന്നായിരിക്കും പറഞ്ഞേ. നിന്റെ ഒരു തമാശ. യഥാർത്ഥ പേരെന്താണ്? അൻഷദ്. റെഡിയല്ലേ? ഈ ക്യാമറ നോക്കി വേണം പറയാൻ. റെഡി, ആക്ഷൻ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ചിരുന്ന സാധനം ജൂലി? കച്ചറ പറയുന്ന വാക്കിന് നീ കച്ചറ പറയുന്നതിന് എനിക്ക് മനസ്സിലായത് നീ പറയുന്ന പച്ചത്തെറിയാണെന്നാണ്. ഞാൻ വെറും കച്ചറല്ല, മഹാ കച്ചറ. അയ്യേ, കേട്ടില്ല കേട്ടോ. ആയിട്ടില്ല? ഇല്ലല്ല. അപ്പൊ കുരിശ് പിന്നെയും വരുമോ? ശക്തിയായിട്ട് ഇതുണ്ടോ? അങ്ങനെ പറ. നിനക്കൊരു കാര്യം അറിയോ? തുംകുത്ത മേംകുത്ത ലവ്. സൂപ്പർ സാധനം കേട്ടോ അത്. അത് വേണ്ട. അതുകൊള്ളാം. അതാണ് ഇങ്ങനെയുള്ള ആക്ഷൻ പറഞ്ഞത്, അതാണ് രസം. നീ എന്താ പോലീസുകാരെ കൊണ്ട് പക്കിനെ ഇടിപ്പിക്കോ? മോളെ നിനക്കൊരു കാര്യം അറിയോ? എനിക്കിത് വേണമെന്നുണ്ടായിട്ടൊന്നല്ല. പിന്നെ നമ്മുടെ അർജുനും ജൂലിക്കും വേണ്ടിയിട്ടാണ്. അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുമിച്ചൊരു രാത്രിയല്ല ഒരുമിച്ച് ജീവിച്ച ഒരു ദിവസം. ഇത്രയായിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് കുട്ടീനെ ഇഷ്ടമാണെന്ന്? കുഴപ്പമില്ല. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടെങ്കിലും നമുക്കൊന്ന് ഒരുമിച്ചൂടെ? അവർക്കും വേണ്ട ഒരു അച്ഛനമ്മയ്ക്ക്. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. യെസ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡയലോഗായിരുന്നു. അപ്പോൾ ഇനി ഒരു ഡാൻസ് ആകാം. മിസ്റ്റർ അഫ്സൽ ആൻഡ് അദ്നാൻ. കൗമാരം കടന്നവനേ നീ
ചാൾസ് രാജകുമാരിൽ പോലും ഇത്രയും തൊലിക്കട്ടി ഞാൻ കണ്ടിട്ടില്ല. എന്തോ അടിപൊളിയായിരുന്നു. ഇത് എങ്ങനെ പഠിച്ചതാ ഇത്? ഡാൻസ് പഠിക്കുന്നുണ്ടോ ചെറുത്? ഡാൻസ് പഠിക്കണമെന്നില്ല. ആണ് നീ അവനെ കാലി തട്ടിയിടാൻ നോക്കിയിട? അത് മനസ്സിലായില്ല എനിക്ക്. നീയാണ് അവൻ്റെ ഗുരു. പക്ഷെ എക്സ്പ്രഷനൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. ആ മറ്റേ സാധനം ഒന്ന് കാണിച്ചേ. ഭയങ്കര സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ പഠിച്ചത്. ശരി, ഇത് മൊത്തം കളിച്ചുകൂടായിരുന്നു? വേറെ കളിക്കാം. പിന്നെ കളിക്കാതെ. ശരി, വേറെ ചാനൽ വരും, അവരെടുത്ത് കളിച്ചാൽ കേട്ടോ. നന്നായിരുന്നു. നല്ലൊരു കൈയടി കൊടുക്കുക. എന്തൊരു തൊലിക്കട്ടി, അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. അപ്പൊ അടുത്ത ആരാണ് വരുന്നത്? സിദാൻ വരൂ. സിദാൻ വരൂ. സിദാൻ ആരാണ്? സിദാനെ, അവരുടെ ഡാൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കിടിലമായിരുന്നു. അടിപൊളിയായിരുന്നല്ലേ? ആ സ്റ്റെപ്പ് ഒന്ന് നീ ഒന്ന് കാണിച്ചേ. അയ്യോ, ഈ കൊച്ചിനെല്ലാം അറിയാം. ഈ സി.ഡി. മൂസ കണ്ടല്ലേ? കണ്ട. അന്ന് അങ്ങോട്ട് പറഞ്ഞേക്ക്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാണ് നിങ്ങൾ അന്വേഷിച്ചതാണ് ജോലി? എന്താ മനസ്സിലായില്ല? വ്യക്തമായില്ല. ഇതാണ് നിങ്ങൾ അന്വേഷിച്ചു തരുന്ന സാധനം ജോലി? കച്ചട. നീ കച്ചട എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അത് ഫുൾ തെറിയാണല്ലോ, പച്ച തെറിയാണല്ലോ. ഞാൻ വെറും കച്ചറല്ല, മഹാ കച്ചറ. ആക്ഷൻ കൊടുത്ത് നമ്മൾ കാണിച്ചു. റെഡി, 1 2 3 സ്റ്റാർട്ട്. അയ്യോ മോൻ ഇതൊക്കെ എവിടുന്ന് പഠിച്ചടാ? നിനക്കൊരു കാര്യം അറിയാവോ? തുംകുത്ത മേംകുത്ത ലവ് ഹേ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. നീ പോലീസിനെ കൊണ്ട് പക്കടിപ്പിക്കുന്നോ? നിനക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മുടെ പട്ടികൾക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കാം. ഇത്ര പെട്ടെന്നങ്ങായോ? നിനക്ക് കുറെ ഡയലോഗ് ഉണ്ട്. എല്ലാം വളരെ പെട്ടെന്നായി പോയി. നമ്മുടെ പട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിക്കാം. അർജുനും ജൂലിക്കും വേണ്ടി. അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, അടുത്തു, ഹണിമൂൺ പോയി. അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒരുമിച്ചുകൂടെ? അവർക്കൊരച്ഛനും അമ്മയ്ക്കും വേണ്ടി. അത്രേ ഉള്ളൂ. ശരി, വിട്ടോ. ഇത്രയും നല്ല ഒരുപാട് ഉണ്ടായിരുന്നു. നിന്നെ രക്ഷപ്പെടുത്തുക. പോയി രക്ഷപ്പെട്ടോ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ. ആസിഫേ, അങ്ങോട്ട് പോയി. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഏതിനാ പഠിക്കുന്നത്? ഞാൻ ഇലക്ട്രോണിക്സ്. നാട് എവിടെയാണ്? ആലുവ. ഏത് ഇയറാണ്? ഫസ്റ്റ് ഇയർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച സാധനം ജൂലി? കച്ചട. കച്ചട എന്ന് പറഞ്ഞത് മനസ്സിലായി. കച്ചറ എന്ന് നീ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞത് പച്ചത്തെറിയാണ്. ഞാൻ മഹാ കച്ചട. ദേ നീ ഒരു കാര്യം ഓർത്തോ? തും കുത്ത മേം കുത്ത ലവ് ഹേ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. എന്ത് പോലീസിനെ കൊണ്ട് പക്കിനെ ഇടിക്കുന്നു? നിനക്ക് മനസ്സിലായില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം മോളെ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല, നമ്മുടെ അർജുനും ജോലിക്കും വേണ്ടിയാണ്. അവരെ കണ്ടു, സ്നേഹിച്ചു, ഒരു രാത്രി കഴിഞ്ഞു, ഹണിമൂണായി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുമെന്ന്? നമ്മുടെ പട്ടികൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്നിച്ചുകൂടി. അവർക്കും വേണ്ടി ഒരു അച്ഛനും അമ്മയും. അങ്ങനെ വേണോ? അടുത്തതായിട്ട് വരുന്നു സന. സന, എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ട് കുട്ടികളുടെ ഡാൻസും പാട്ടും അഭിനയമൊക്കെ? കൊള്ളാം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡാൻസ് ആണോ അതോ? എല്ലാം ഇഷ്ടമാണ്. എല്ലാം ഡാൻസ് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ഡാൻസ് ആണോ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഈ കൂടുതൽ എന്താ വേണോടാ? ഏതിനാ പഠിക്കുന്നത്? ഞാൻ ബിടെക് കമ്പ്യൂട്ടർ. ഏത്? ഫസ്റ്റ് ഇയർ. ഫസ്റ്റ് ഇയർ. തുടങ്ങിയാലോ നമുക്ക്? ക്യാമറ നോക്കി വേണം പറയാൻ. റെഡി അല്ലേ? ക്യാമറ റോൾ, ആക്ഷൻ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം ജൂലി? കച്ചട. നീ പറഞ്ഞ വാക്കിൽ നിന്നും എനിക്ക് മനസ്സിലായി നീ പറഞ്ഞത് ഒരു പച്ചത്തെറിയാണ്. ഞാൻ വെറും കച്ചടയല്ല, ഞാൻ മഹാകച്ചടയാണ്. ഞാൻ മഹാ കച്ചടയാണ്. ഇവൻ ചെറ്റയാടാ. വെരട്ടിപ്പറ ചെറ്റയാടാ. ഇരിക്കട്ടൊരു വെയിറ്റിന്. നിനക്കൊരു കാര്യം അറിയോ? തുംകുത്ത മേക്കുത്ത ലവ് ഹേ. അത് വേണ്ട, നീ നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലേലും പോലീസിനെ കൊണ്ട് പക്കിനിടിപ്പിക്കുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല, അർജുനും ജൂലിയും ആ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി അവര് ഒരു രാത്രി അയാളെന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയുന്നു. അവര് അടുത്തു, സ്നേഹിച്ചു, ഒരു രാത്രി പങ്കിട്ടു.
ഹണിമൂൺ ഹണിമൂണായി. എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു. നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒന്നിച്ചൂടെ, അവർക്കൊരു അച്ഛനും അമ്മയായിട്ട്. ശരി എന്നാ ഓക്കെ. ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ. ഇതിൽ നാടെവിടെയാ? എൻ്റെ കൊടുങ്ങല്ലൂർ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ കമ്പ്യൂട്ടർ സയൻസ്. നമുക്ക് തുടങ്ങിയാലോ? ഹാപ്പി അല്ലേ? റെഡി ആക്ഷൻ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ചിടുന്ന സാധനം ജൂലി? കച്ചട. നീ കച്ചട എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് പച്ചത്തെറിയാണെന്ന്. ഞാൻ വെറും കച്ചടയല്ല, മഹാ കച്ചടയാ. ദേ എനിക്കൊരു കാര്യം അറിയോ? ഹംകുത്ത മേംകുത്ത ലവ് ഹേ എന്ത് പോലീസിനെ കൊണ്ട് പക്കനടിപ്പിക്കുന്നോ? അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും ഞാനൊരു കാര്യം പറയാം. എടി മോളെ, എനിക്കൊരാഗ്രഹം ഉണ്ടായിട്ടല്ല. പിന്നെ അർജുൻ ജോലിക്കും ആ മിണ്ടാപ്രാണികൾ കണ്ടു, സ്നേഹിച്ചു, ഒന്നിച്ചു, ഹണിമൂൺ കഴിഞ്ഞു. ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നെന്ന്. നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ വേണ്ടി കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ വേണ്ടിയ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ വേണ്ടി വന്ന കുട്ടികൾക്ക് വേണ്ടി വന്നേ. താൻ ഈ പൂന്ന് പറയാണ്ട് ആദ്യത്തെ വരികൾ മുഴുവൻ പറഞ്ഞു കൊടുക്കണ എന്നെ. ഇതിപ്പോ തെറിയൊന്നല്ലോ. നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചൂടെ? അവർക്കും വേണ്ടി ഒരു അച്ഛനമ്മ. ഓക്കെ, താങ്ക് യു. സത്യസന്ധത, നോ സിൻസിയറിറ്റി. കം ഓൺ. യെസ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം മിസ്റ്റർ ഷാഹിദ്. ഷാഹിദ് എന്താ കാണും? ഉഷാറല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഒക്കെ അഭിനയിച്ചത്? അടിപൊളി. പാടിയതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഐ തിങ്ക് ഒരുപാട് പാട്ടുകാരാണ് ഇവിടെ ഉള്ളത്. പാട്ട് മാത്രമല്ല ഡാൻസേഴ്സും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പം പതിയെ നമുക്ക് ഡാൻസ് ഒക്കെ കാണാം അല്ലേ? നമുക്ക് ഡാൻസ് ചെയ്യാറിയാം? പാടാനറിയാം? മിമിക്രി? അപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഫസ്റ്റ് ഇയറല്ലേ പഠിക്കുന്നത് ഇവിടെ? ഓക്കെ, റെഡി ആക്ഷൻ. ഇതാണ് നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം ജൂലി? കച്ചട. നീ പറഞ്ഞ വാക്കെന്ന് എനിക്ക് മനസ്സിലായി. നീ പറഞ്ഞ പച്ചത്തെറിയാണെന്ന്. ഞാൻ കച്ചറല്ല, മഹാ കച്ചറയാണ്. അങ്ങനല്ലല്ലോ. അങ്ങനല്ലേ? ദാദാ അല്ല, അങ്ങനല്ല. ഇങ്ങനെ. റെഡി 1 2 3 സ്റ്റാർട്ട്. ദാദാ വിശ്വസ്ത അല്ല, വിശ്വസ്ത. അത് തന്നെയാ ഞാൻ പറയുന്നത്. വിശ്വസ്ത സ്ഥാപനം. വിശ്വസ്ത. ശ്വാസോച്ഛ്വാസത്തിന്റെ ശ്വാ കണ്ണാക്കി മുട്ടിച്ചേ. നിനക്കൊരു കാര്യം അറിയോ? തുംകുത്ത മേക്കുത്ത ലവ് ഹേ. അത് വേണ്ട. എന്ത് പോലീസ് കൊണ്ട് പക്കനടിപ്പിക്കുന്നോ? മോളി, നീ ഒരു കാര്യം ഓർക്കണം. എനിക്കിത് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടല്ല. അർജുനും ജോലി കണ്ടു, അവർ ഒരുമിച്ചു പ്രണയിച്ചു, ഒരു രാത്രി കൂടി ഹണിമൂണായി. ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ നിന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന്? നമ്മളെ പട്ടികൾക്ക് ഉണ്ടാകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്കൊന്ന് ഒരുമിച്ചൂടെ? ഒരു അച്ഛനും അവർക്ക് അവർക്കും വേണ്ട ഒരു, അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കായിരിക്കും നമുക്ക്. താനിപ്പോ എന്താ പറഞ്ഞേ? നാരായണ. അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്കൊരു അച്ഛനും അമ്മയായിട്ട്. രോഗി ഛർദിച്ചതും പാല്, വൈദ്യൻ ഛർദിച്ചതും പാല്. എന്താ? രോഗി ഛർദിച്ചതും പാല്, വൈദ്യൻ ഛർദിച്ചതും പാല്. ശരിയല്ലേ? അവരെ കുട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്കായിട്ട് നമുക്ക് അച്ഛനും അമ്മയായിട്ടും ആയിക്കോട്ടെ. എന്നാ ശരി, പോയിക്കോ, വിട്ടോ. അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുഭൂമി പോയി രസപ്പെടാ. എന്താണ് മോളുടെ പേര്? അലൈന. അലൈന ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞാൻ ബിടെക് AI. നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. റെഡി? അപ്പോൾ തുടങ്ങിയല്ലോ നമുക്ക്. റെഡി ആക്ഷൻ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച സാധനം ജൂലി? കച്ചറ നീ പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി എനിക്കത് പച്ചത്തെറിയാണെന്ന്. ഞാൻ വെറും കച്ചറയല്ല, മഹാ കച്ചറയാണ്. ദേ നിനക്കൊരു കാര്യം നീ മനസ്സിലാക്കിയാലും മനസ്സിലാക്കിയില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഹേ തൂ കുത്ത മേക്കുത്ത ലവ് ഹേ. അത് വേണ്ട. എന്ത് പോലീസിനെ കൊണ്ട് പക്കനടിപ്പിക്കുന്നോ? മോളെ, ഒരു കാര്യം ഓർത്തോ, എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടല്ല. പിന്നെ നമ്മുടെ മിണ്ടാപ്രാണികളായ ജൂലിക്കും അർജുനും വേണ്ടിയിട്ടാണ്. അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒരുമിച്ച് രാത്രി കഴിഞ്ഞു, ഹണിമൂണായി. നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് ഒരുമിച്ചൂടെ? അവർക്കൊരു അച്ഛനും അമ്മയായി. നീ ഇങ്ങോട്ട് വന്നേ. യെസ്. എന്താണ് മോന്റെ പേര്? അബാൻ. പക്ഷെ എല്ലാരെയും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. അല്ല, നീ എല്ലാരും ഹെൽപ്പ് ചെയ്തായിരുന്നു. നല്ല ക്യാരക്ടറാണ്, ഹെൽപ്പിംഗ് മെന്റാലിറ്റി. ഓക്കെ. പുകവലിയില്ല, മുറുക്കില്ല, വെള്ളാടിയില്ല. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? കിടക്കട്ടെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഏത് ഇയറാ? ഫസ്റ്റ് ഇയർ. റെഡി 1 2 3 ആക്ഷൻ. ഇതാണ് നിങ്ങൾ അന്വേഷിച്ച ജൂലി? കച്ചട. നീ എന്നെ കച്ചടാന്ന് വിളിച്ചു? നീ പറഞ്ഞ വാക്കിൽ നിന്ന് എനിക്ക് മനസ്സിലായി
അതിന്റെ അത് പച്ചത്തെറിയാണെന്ന്. ഞാൻ വെറും കച്ചടയല്ല, മഹാ 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 കച്ചട. അങ്ങനെ നിനക്കൊരു കാര്യം അറിയോ ഹേ, തും കുത്ത മേം കുത്ത ലവ് ഹേ. ആ അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. ആ നീ എന്നെ പോലീസ് പക്കിനെടുപ്പിക്കുന്നു. ആ നീ മനസ്സിലാക്കിയാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ നീ മനസ്സിലാക്കിയാലും മനസ്സിലായില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം മോളെ. എനിക്ക് നിന്നോടൊരു ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമ്മുടെ ജോലിക്കും നമ്മുടെ ജോലിക്കും അർജുനും വേണ്ടി, ഈ മിണ്ടാപ്രാണികൾക്ക് വേണ്ടി അവർ കണ്ടു, ഇഷ്ടപ്പെട്ടു, ഒന്നിച്ചു, ഹണിമൂണായി. ഹണിമൂണായി. എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നോടുള്ള ഇഷ്ടം? നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ഒന്നിച്ചൂടെ? അവർക്ക് വേണ്ടി ഒരു അച്ഛനും അമ്മയും. വിട്ടോ സാക്കളെ, കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു വ്യക്തിയാണ് മിസ്റ്റർ സൽമാൻ. അവന് തന്നെ ബോധ്യമില്ല അവനാണെന്ന്. വാടാ കേട്ടോ. സൽമാൻ ഡയലോഗ് അവൻ്റെതായ രീതിയിലോട്ട് മാറ്റിയിട്ട് ഭയങ്കരമായി നമ്മളെ ചിരിപ്പിച്ച വ്യക്തിയാണ്. സോ അവന് നമ്മൾ ഡേപൂൾ നൽകുന്ന ഇന്ത്യാസ് നമ്പർ 1 കാർ കെയർ പ്രൊഡക്റ്റാണ്. കൊണ്ടുപോയി കാറൊക്കെ വാഷ് ചെയ്യും, ബൈക്കും ഒക്കെ. ഓക്കെ, അടുത്തൊരു സ്പെഷ്യൽ പ്രൈസാണ്. ചാൾസ് രാജകുമാറിനെക്കാളും തൊലിക്കട്ടിയുള്ള ആ 2 ഡാൻസേഴ്സിനെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. വരും. മൈക്കിൾ ജാക്സൺ കഴിഞ്ഞ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർക്ക് വളരെ മനോഹരമായ ഒരു ഗിഫ്റ്റാണ് എമ്മി വാലി നൽകുന്ന ഈ മില്ലറ്റ് പ്രൊഡക്റ്റാണ്. മനസ്സിലായി? നരേഷ് ദം നാച്ചുറലി. ഓക്കെ, അതിനകത്ത് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ട്, ഷെയർ ചെയ്യുക. യെസ്, ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം. പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇവിടെ തന്നെയാണ്. കാരണം ഈ സെയിം ഡയലോഗ് തന്നെ നമ്മൾ കൊടുക്കാൻ കാരണം ഇവർ അത്രമേൽ നല്ലവണ്ണം പെർഫോം ചെയ്യുകയും അതുകൂടാതെ തന്നെ ഇവർക്ക് മറ്റ് പല കഴിവുകൾ, നല്ല പാട്ടുകളുണ്ടായിരുന്നു, രസകരമായ ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഡയലോഗിൽ തന്നെ അതുകൊണ്ടാണ് നമ്മൾ തുടർന്നത്. ഈ ഡയലോഗ് പല വെറൈറ്റികളായിട്ടാണ് അവർ അവതരിപ്പിച്ചത്. അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.